പിടിച്ചെന്ന് പറഞ്ഞാൽ പിടിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. പക്ഷേ നീ തിരിച്ചിവിടെ വരാതെ നോക്കേണ്ട ചുമതല നിൻ്റെയാണ്. എൻ്റെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ടാവും. അങ്ങനെ കത്തനാർ ആ അനുയായികളെ മയക്കി കിടത്തി അവിടെ നിന്നും പുറത്ത് ചാടി ദൂരെ എങ്ങോ നടന്ന് നേരം വെളുപ്പിച്ചു. നേരം വെളുത്തതും പിന്നെ കുറേ നേരം നടന്നുവെങ്കിലും ഉച്ചയായി മാറി. അങ്ങനെ നേരെ ചെന്ന് പെട്ടത് ഒരു ഓലമേഞ്ഞൊരു ഓലപ്പുരയുടെ മുമ്പിലായിരുന്നു. അവിടെ ഒരു വൃദ്ധ മാത്രമേ ഉണ്ടായുള്ളൂ. മുത്തശ്ശി, ആരുമില്ല ഇവിടെ? കുടിക്കാൻ കുറച്ച് കഞ്ഞി തരുമോ? വിശന്നിട്ട് വയ്യ. അങ്ങനെ അയ്യോ, ഇവിടെ കഞ്ഞിയൊന്നും ഇരിപ്പില്ല, ഞങ്ങളും കൊടും പട്ടിണിയാണ്. നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള അവസരം ഞാൻ തരാം, പക്ഷേ ഇവിടെ കഞ്ഞിയൊന്നും ഇരിപ്പില്ല. വേണമെങ്കിൽ ഒരു അരിയെങ്കിലും ഞാൻ കടമായിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കഞ്ഞി വെക്കാവുന്നതാണ്. അങ്ങനെ 1 മണി അരിയെങ്കിലും ഇവിടെ കാണാതിരിക്കില്ല, എന്തായാലും ഒന്ന് പോയി നോക്കൂ. അങ്ങനെ കുറച്ച് അരി മാത്രം എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ അച്ഛൻ ആ അരി നോക്കിയിട്ട് അതിലെ മന്ത്രം ചൊല്ലി ഉടൻ തന്നെ വെള്ളം ഒഴിച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ കഞ്ഞി ഉണ്ടാക്കിയതും അത്ഭുതമെന്ന് പറയട്ടെ, 4 പേർക്കും കുടിക്കാനുള്ള കഞ്ഞിയാണ്